ഈജിപ്റ്റ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയും ഇസ്രായേലിനെതിരെ തിരിയുക എന്നുള്ളത്. ഇത്രയും നാളും യമനിലെ ഹൂതി വിമതരും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ചേർന്ന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഈജിപ്റ്റ് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഈജിപ്ഷ്യൻ സൈന്യം വളരെ പക്വമായി ചില കാര്യങ്ങളിൽ ഇടപെടാതെ മൗനം മാത്രം പാലിച്ചുകൊണ്ടിരുന്നു. ഇറാന് ഉറ്റ സുഹൃത്തായി തന്നെ നിൽക്കുമ്പോഴും ഈജിപ്റ്റ് പല കാര്യങ്ങളിലും ഇടപെട്ടില്ല. ഇറാനുമായി നേർക്കുനേർ ആക്രമണം നടന്ന സമയത്ത് പോലും ഇടപെട്ടില്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധ സാഹചര്യത്തിൽ പോലും ഈജിപ്റ്റ് ഒരക്ഷരം മിണ്ടാൻ നിന്നില്ല. ഇറാനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഈജിപ്റ്റ് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇനിയും ഇങ്ങനെ വിട്ടാൽ പോരാ. കാരണം പലസ്തീന്റെ സമാധാനം, പലസ്തീന്റെ രാഷ്ട്രപദവി എന്നിവ യൂറോപ്യൻ യൂണിയൻ മാത്രമല്ല UN അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഒടുവിൽ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ ഏതാനും ചില രാജ്യങ്ങൾ മാത്രം, ഹംഗറി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാത്രം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. UN-നേക്കാൾ വലിയ ശക്തി അമേരിക്കയ്ക്ക് യൂറോപ്യൻ യൂണിയനാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. യൂറോപ്യൻ യൂണിയനേക്കാൾ വലിയ ശക്തി തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UN-നുള്ളത്. അതിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഗുട്ടറസ് പറയുന്നു, വളരെ വ്യക്തമായി പലസ്തീന് രാജ്യാവകാശമുണ്ട്. പലസ്തീൻ ഇസ്രായേലിന് സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാണ്. ജൂതന്മാർ നാല് ചുറ്റും വിരണ്ടോടി നിന്നിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് പാർക്കാൻ ഇടം കൊടുത്ത പലസ്തീനികളെ തന്നെ പറഞ്ഞാൽ മതി. അവർ ഏറ്റവും വലിയ ചരിത്രവിഡിത്തമാണ് കാണിച്ചത്. ജൂതന്മാർ തലങ്ങും വിലങ്ങും പലസ്തീൻകാരെ കൊന്നൊടുക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇനിയും കഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈജിപ്റ്റ് പ്രതിരോധത്തിനായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പരിണിതഫലം വളരെ ഭയാനകം തന്നെയെന്ന് കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിനറിയാം, ഏതാനും ദിവസങ്ങൾക്കകം ഇസ്രായേലിന്റെ സമാപ്തിയിലേക്ക് അല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അന്ത്യമായിരിക്കും വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടി ആവുന്നത്ര രീതിയിലൊക്കെ അമേരിക്കയുമായി ചേർന്ന് പല രാജ്യങ്ങളുമായി വിലപേശൽ നടത്തുന്നത്. പക്ഷേ അതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം എല്ലാം അതിരുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കൂട്ടിയിരിക്കുകയാണ് സയനിസ്റ്റ് ഭരണകൂടവും ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സും. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മൊസാദിന്റെ കേന്ദ്രാസ്ഥാനം ലക്ഷ്യം വെച്ച് തന്നെയാണ് അവർ ഒത്തുകൂടി നിൽക്കുന്നത്. അതായത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഏഷ്യയിലെ അറബ് രാജ്യങ്ങളും ഒത്തുകൂടി നിൽക്കുകയാണ്. അങ്ങനെ വംശഹത്യ നടത്താൻ നിൽക്കുന്ന പിശാചുക്കളെ ഇനി സഹിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.